തിരികേശം വീണ്ടും വിവാദത്തിലായിരിക്കുകയാണ്. AP അബൂബക്കർ മുസ്ലിയാരുടെ കൈവശമുള്ളതാണ് തിരികേശം. അവിടെ അതിന് ഒരു കാര്യം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വിമർശനങ്ങൾ കുറേ ഉന്നയിച്ചുകൊണ്ട് മുജാഹിദീൻ അടക്കമുള്ള വിഭാഗങ്ങൾ എത്തിയിരിക്കുന്നു. ഇതിനകത്ത് നിന്ന് ധനമുണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് വിമർശനം ഒന്ന്. രണ്ടാമത്തത്, ഇപ്പോൾ വാർത്തകളിൽ നിന്നറിയുന്ന തിരികേശത്തിന് 1/2 സെൻറ്റിമീറ്റർ അത് വളർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ആൾക്കാർ വളരെയധികം വിശുദ്ധമായി കാണുന്ന ഒന്നുകൂടിയാണ് തിരികേശം എന്നുള്ളത്. അതിന് പല വിമർശനങ്ങളും പല വ്യാഖ്യാനങ്ങളും പല സിദ്ധാന്തങ്ങളും ഉണ്ടല്ലോ. പക്ഷേ ശരിക്കും എന്താണ് തിരികേശത്തിൻ്റെ പ്രാധാന്യവും വിശ്വാസവും? തിരികേശത്തിൻ്റെ ഒരു ചരിത്രമുണ്ട്. അത് മതചരിത്രം നന്നായി പഠിച്ച പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ചില ചരിത്ര പുസ്തകങ്ങളെങ്കിലും ഞാനും വായിച്ചു നോക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ചരിത്രം ഇതാണ്. പ്രവാചകനായ മുഹമ്മദ് നബി അദ്ദേഹത്തിൻ്റെ ഒടുവിലത്തെ ഹജ്ജ് എന്ന് പറയും. അദ്ദേഹം ഹജ്ജ് നിർവഹിച്ചതിൻ്റെ മാതൃകയിലാണല്ലോ ഇപ്പോൾ എല്ലാവരും ഹജ്ജ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഹജ്ജ് കഴിഞ്ഞാലുള്ള ഒരു കർമ്മം, ഒരു പുണ്യകർമ്മം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആചാരമാണ് ഈ മുടി നീക്കം ചെയ്യുക. ചിലരൊക്കെ മുടിയുടെ ഏതെങ്കിലും ചെറിയ ഭാഗം മുടി കളയാനൊക്കെ, മുടി മുഴുവനായിട്ട് കളയാൻ മടിയുള്ള സൗന്ദര്യവാദികളൊന്നും മുടി മുഴുവൻ കളയില്ല, എവിടെയെങ്കിലും ചെറിയൊരു ഭാഗം കളയും. പ്രവാചകൻ മുടി മുഴുവനായിട്ട് നീക്കം ചെയ്തിരുന്നുവെന്നും പ്രവാചകൻ്റെ മുടി നീണ്ട മുടിയായിരുന്നു ചരിത്രത്തിൽ പറയുന്നുണ്ട്. നീണ്ട മുടിയായിരുന്നു. അപ്പോൾ പ്രവാചകൻ എന്തുകൊണ്ടോ അനുയായികളോട്, പ്രിയപ്പെട്ടവരോടുള്ള ഇഷ്ടത്തിൻ്റെ ഭാഗമായിട്ടാവാം അദ്ദേഹം തന്നെ ആ മുടി വിതരണം ചെയ്തിരുന്നു എന്ന് പല പണ്ഡിതന്മാരും പറയുന്നുണ്ട്. അത് മറുപക്ഷത്ത് ഇതിനോട് വിയോജിക്കുന്ന പണ്ഡിതന്മാരുമുണ്ട്. അത് ശരിയായ വിശ്വാസയോഗ്യമായ ഹദീസൊന്നും അല്ല. കാരണം മുടിയെ അഴുക്കായി പഠിപ്പിച്ചതും ഈ പ്രവാചകൻ തന്നെയാണ്. മുടിയും നഖവും ഒക്കെ കൃത്യമായി വെട്ടിക്കളയണം എപ്പോഴും. അത് മനുഷ്യൻ്റെ, അത് വളരും തോറും ഈ അജൈവ അംശങ്ങൾ കൂടുകയാണല്ലോ, ഡെഡായിട്ടുള്ള എലമെൻ്റ് ആണല്ലോ. അതുകൊണ്ട് അത് ശവത്തിന് തുല്യമായ ഒന്നാണ്. അതുകൊണ്ട് അത് വെട്ടിക്കളയണം എന്ന് പറയുന്ന, അത് അശുദ്ധിയായി കണക്കാക്കുന്ന ഒരു മതമാണ് ഇസ്ലാം. അതുകൊണ്ട് ഈ പ്രവാചകൻ എങ്ങനെ കൊടുത്തു എന്നൊക്കെ പറഞ്ഞാലും, പക്ഷേ പ്രവാചകൻ കൊടുത്തതിന് ധാരാളം പേരുടെ നിവേദനങ്ങൾ, അതായത് ധാരാളം പ്രവാചകൻ്റെ അനുയായികൾ അങ്ങനെ പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അന്നിങ്ങനെ ഈ ആളുകൾക്ക് വിതരണം ചെയ്തിരുന്നു, ഏറ്റവും അടുപ്പമുള്ളവർക്ക് വിതരണം ചെയ്തിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ അന്ന് കിട്ടിയവരത് സൂക്ഷിച്ചു വെച്ചിരിക്കാം. അത് സൂക്ഷിച്ചു വെച്ചിട്ട് പരമ്പരയായിട്ട്, തീർച്ചയായിട്ടും ഇത് പ്രിയപ്പെട്ട ഒന്നാണല്ലോ. ഇപ്പോൾ പ്രവാചകൻ്റെ മുടിയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രവാചകൻ അങ്ങനെ ഒരു മുടി സ്നേഹപൂർവ്വം കൊടുത്തിട്ടുണ്ടെങ്കിൽ, നീ സൂക്ഷിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭക്തനായ ഒരാൾ തീർച്ചയായിട്ടും സൂക്ഷിക്കും. അതാണ് അതിൻ്റെ സ്ഥിതി. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഒരിക്കൽ ഈ വിവാദം ആദ്യം വന്നപ്പോൾ അതിനെതിരായി ആദ്യം രംഗത്ത് വന്നത് സഖാവ് പിണറായി വിജയനാണ്. അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയല്ല. അദ്ദേഹം പറഞ്ഞത് അത് ബോഡി വേസ്റ്റാണ് എന്നൊരു ആരോപണം വന്നു. അത് കാന്തപുരത്തിനെതിരെ രാഷ്ട്രീയ എതിരാളികളും അദ്ദേഹത്തിൻ്റെ മതരംഗത്തെ എതിരാളികളൊക്കെ കാന്തപുര അബൂബക്കർ മുസ്ലിയാർക്കെതിരായിട്ട് ഉന്നയിച്ച ഒരു ആരോപണത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് അത് ബോഡി വേസ്റ്റാണ് എന്ന് പറഞ്ഞു. അതിനൊരു വലിയ കുഴപ്പമുണ്ട് അങ്ങനെ പറയുന്നതിൻ്റെ. വിശ്വാസത്തെ അങ്ങേയറ്റം മാനിക്കുന്ന ഒരു രാജ്യത്ത്, മതവിശ്വാസത്തിന് പലപ്പോഴും ഭരണഘടനയേക്കാൾ വില മതിക്കുന്ന ഒരു രാജ്യത്ത് കോടിക്കണക്കിന് മനുഷ്യന്മാർ പ്രവാചകനായി ആരാധിക്കുന്ന, അംഗീകരിക്കുന്ന ഒരു പുണ്യപുരുഷൻ്റെ മുടിയാണെങ്കിൽ അത് ബോഡി വേസ്റ്റ് അല്ല. തീർച്ചയായിട്ടും ഞാൻ അതിനെ എപ്പോഴും ഓർക്കുന്ന കാര്യം, എൻ്റെ ഉപ്പാൻ്റെ ഒരു വെള്ളി മോതിരം ഞാനിപ്പോഴും പൊന്നിനേക്കാൾ വിലയുള്ള, അത് വിറ്റഴിക്കാനുള്ളല്ലോ, പൊന്നിൻ്റെ വിലയല്ലല്ലോ അതിന്, വെള്ളിയുടെ വിലയുമല്ല, അത് എനിക്ക് എൻ്റെ ഉപ്പാനുള്ള അടുപ്പമാണ് കാണിക്കുന്നത്. അങ്ങനെ ലോകത്തിലെ കോടിക്കണക്കിന് മനുഷ്യർക്ക് ആരാധന തോന്നുന്ന ഒരാളുടെ മുടിയാണെങ്കിൽ അത് പവിത്രമാണ്. ക്രിസ്ത്യാനികൾക്ക് ഈ തിരുശേഷിപ്പ് എന്ന് പറയും. എൻ്റെ നാട്ടിൽ സെൻറ്റ് ജൂഡിൻ്റെ പള്ളിയുണ്ട്, അവിടെ തിരുശേഷിപ്പുണ്ട്. ഞങ്ങൾ എല്ലാവരും ഇവിടെ പോയി തൊഴാറുണ്ട്. അത് ഓർത്തു വെച്ചോ. മാല്യങ്കരയിലൊരു പള്ളിയുണ്ട്, കേരളത്തിലെ ആദ്യത്തെ. തോമാസ് ലീഹ വന്നു എന്നും വന്നില്ല എന്നൊക്കെ ഉണ്ട്. തോമാസ് ലീഹ വന്ന സമയത്ത് തോമാസ് ലീഹയുടെ കൈപ്പത്തിയുടെ എല്ല്, അസ്ഥിക്കഷ്ണം അവിടെ ചില്ലിട്ട് വെച്ചിട്ടുണ്ട്. മാല്യങ്കര എന്ന് പറഞ്ഞാൽ കൊടുങ്ങല്ലൂരിനകത്തുള്ള അടുത്തുള്ള തൃശ്ശൂർ ജില്ലയിലെ പള്ളിയാണ്. തോമാസ് ലീഹ വന്നിറങ്ങിയ തീരമാണത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യേശുവിൻ്റെ തിരുമുറിവ് ആ ചോര സ്വന്തം കൈപ്പത്തി കൊണ്ട് തുടച്ച പുണ്യവാളനാണ് ഇദ്ദേഹം എന്നാണ് വിശ്വാസം. യേശുവിൻ്റെ 1ാം തലമുറ ശിഷ്യനാണ്. അങ്ങനെ വരുമ്പോൾ ആ തുടച്ച കൈപ്പത്തിയുടെ എല്ല് പോലെ അവർ സൂക്ഷിച്ച് വെക്കുന്നു എന്നാണ്. അതൊക്കെ പുണ്യമായിട്ട് കരുതും. വിശ്വാസിയുടെ ഒരു പ്രശ്നം അതാണ്. ഇതാണ് അങ്ങനെയാണെങ്കിൽ. ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ പ്രവാചകൻ്റെ മുടിയാണെങ്കിൽ അതൊരു വിശ്വാസിക്ക് പുണ്യപ്പെട്ടതായി കരുതുന്നതിൽ യാതൊരു കുഴപ്പമില്ല. ഒന്നാമത്തെ കാര്യം, അത് ആ മനുഷ്യനുണ്ടാക്കുന്നൊരു വിശ്വാസം, പ്രിയപ്പെട്ട എന്തെങ്കിലും ഒന്ന് കണ്ടു, തൻ്റെ വിശ്വാസത്തിൻ്റെ കണ്ണിയിലെ 1ാം തലമുറയിലെ ഒരു മോണിമെൻറ്റ്, ഒരു സ്മാരകമായ ഒരു അംശം എനിക്ക് കിട്ടിയെന്ന വിശ്വാസം. 2, ആ വിശ്വാസം, അങ്ങനെ വിശ്വാസം കൊണ്ട് അദ്ദേഹത്തിന് ഒരു സാന്ത്വനം കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലത്.
ആ മുടിയെ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലത്. പക്ഷേ അതിന് നല്ലതാണെന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? രണ്ടാമത്തെ കാര്യം, അങ്ങനെ ആദരിക്കുന്ന ഒരു മുടിയെ ആദരിക്കുന്ന മുടി അങ്ങനെ ഒരാൾ ആദരിച്ചത് കൊണ്ട്, ഇതെൻ്റെ പ്രവാചകൻ്റെ മുടിയാണ് എന്ന് ഒരാൾ മനസ്സുകൊണ്ട് ആദരിച്ചത് കൊണ്ട് ഭൂമിയിൽ ആർക്കൊരു ദോഷവും വരാനില്ല, മറ്റൊരാൾക്കൊരു നഷ്ടമില്ലാത്ത കാലത്തോളം നമ്മളൊരു ജനാധിപത്യ സമൂഹത്തിൽ അതിനെ എതിർക്കേണ്ട കാര്യമില്ല. ഇവിടുത്തെ പ്രശ്നം കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ കയ്യിൽ ഒരു മുടിയുണ്ട്. ഇനി ഒന്നാമത്തെ കാര്യം, അദ്ദേഹത്തിൻ്റെ കയ്യിൽ മാത്രമാണോ ഈ മുടി വന്നുപെട്ടത്? ഇത്തരം അവകാശവാദം ഉന്നയിക്കുന്ന മുടി ഇപ്പോഴും ഭൂമിയിൽ പലയിടത്തും ഉണ്ട്. ഒന്നിപ്പോൾ കാശ്മീരിലെ ഹസ്രത് ബാൽ എന്ന പള്ളി തന്നെ ഇതിനാണ്. ഹസ്രത് ബാൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെ പ്രവാചകൻ്റെ ഒരു മുടി സൂക്ഷിക്കുന്ന പള്ളിയാണ്. അത് എത്രയോ നൂറ്റാണ്ടുകളായിട്ടുള്ള പള്ളിയാണ്. രണ്ട്, ഈ ആന്ധ്രയിൽ വെല്ലൂരിൽ ബക്കിയാത്തുസാലിയാത്ത് ഒരു അറബിക് കോളേജുണ്ട്. അവിടെ പ്രവാചകൻ്റെ ഒരു മുടിയാണ് എന്ന് വിശ്വസിക്കുന്ന മുടിയും ആ മുടി മുക്കിയ വെള്ളവും ഒക്കെ പുണ്യപ്പെട്ടതായിട്ട് വിതരണം ചെയ്യുന്നുണ്ട്. കേരളത്തിൽ പോലും ഈ വിവാദമൊക്കെ വരുന്നതിൻ്റെ വർഷങ്ങൾ, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഈ ഇങ്ങനെ വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന പ്രവാചകൻ്റെ മുടി മുക്കിയ വെള്ളം മതപ്രസംഗ വേദിയിൽ ലേലം ചെയ്ത് കൊടുക്കുന്നത്, ലേലം ചെയ്യാന്ന് വെച്ചാൽ സംഭാവന സ്വീകരിക്കാനാണ് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ ഉണ്ട് ഈ ഏർപ്പാട്, പുതിയതല്ല. ഇപ്പോഴത്തെ ഒരു പ്രശ്നം അതല്ല. ഇപ്പോഴത്തെ പ്രശ്നം ഇതേ കാര്യമേ അബൂബക്കർ മുസ്ലിയാർ കാന്തപുരം ചെയ്തിട്ടുള്ളൂ. അവരൊക്കെ ചെയ്ത പരമ്പരയായി ചെയ്തു വരുന്നൊരു കാര്യം. പക്ഷെ പുതിയ കാലം മാറിയിരിക്കുന്നു. പുതിയ കാലത്ത് രണ്ട് ചോദ്യങ്ങൾ ഇതിന് നേരെ ഉയരും. ഒന്ന്, ഇദ്ദേഹം വലിയ തോതിൽ ലീഗിനോട് കലഹിച്ച ഒരാളാണ്, മുസ്ലിം സംഘടനയോട്. സമസ്തയിൽ തന്നെ അദ്ദേഹത്തിനെതിരായി അതിശക്തമായൊരു വിഭാഗം ഉണ്ടായി വന്നിട്ടുണ്ട് സമാന്തരമായിട്ട്. 1989 തൊട്ട് വലിയൊരു കലഹം നടക്കുന്നുണ്ട് ഇദ്ദേഹത്തിനെതിരായിട്ട്. മൂന്നാമത്തെ ഒരു കാര്യം, ഇദ്ദേഹവും മുഴുവൻ സുന്നികളും ചേർന്നാലും അതിനെതിരായുള്ള ഈ സുന്നികളെ, സാമ്പ്രദായിക മുസ്ലിങ്ങളെ ചോദ്യം ചെയ്യുന്ന ഈ വലിയ ഉൽപ്പതിഷ്ണുക്കളായ മതപരിഷ്കർത്താക്കളായ മുജാഹിദ് വിഭാഗവും ഉണ്ട്. ജമാഅത്തെ ഇസ്ലാമിയും ശക്തിപ്പെട്ടു വന്നിട്ടുണ്ട് ഈ കാലയളവിൽ. അവരൊക്കെ ഒരു ചോദ്യം ചോദിക്കും. രണ്ടു കൂട്ടർക്കും ഒപ്പം മതത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന യുക്തിവാദ വിഭാഗവും വലിയ തോതിൽ ശക്തിപ്പെടും. കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, യുക്തിവാദികളുണ്ട്, ഇപ്പോൾ എക്സ് മുസ്ലിംസ് ഉണ്ട്, ഈ സ്വതന്ത്ര ലോകമുണ്ട്, ഈ ലിറ്റ്മസ് ഉണ്ട്, അവരൊക്കെ. അപ്പോൾ രണ്ട് തരം ചോദ്യങ്ങൾ ഇതിൻ്റെ നേരെ വരുന്നുണ്ട്. ഒന്ന്, അങ്ങ് പ്രവാചകൻ്റെ മുടിയാണെന്ന് തെളിയിക്കണം. തെളിയിക്കാത്ത കാലത്തോളം ഞങ്ങളത് വിശ്വസിക്കാൻ ബാധ്യസ്ഥരല്ല. പ്രവാചകൻ്റെ മുടിയാണിതെന്നും ആ മുടി സൂക്ഷിക്കാൻ വേണ്ടി വലിയൊരു പള്ളി ഉണ്ടാക്കുകയും ആ പള്ളിക്ക് വേണ്ടി വലിയ റിയൽ എസ്റ്റേറ്റ് സംഗതികൾ നടക്കുകയും ആ ദേവാലയം വലിയ തോതിൽ പടുത്തുയർത്തുകയും ചെയ്യുന്നതിന് ആരും എതിരല്ല. പക്ഷേ അത് തെളിയിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് വിശ്വസിക്കാനാവൂ. അതിന് മതവാദികളുടെ അല്ലെങ്കിൽ മതവിശ്വാസികളുടെ ഭാഗത്തുനിന്ന് ചോദിക്കുന്ന തെളിവുകളാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതിൻ്റെ പരമ്പര, സനത് എന്ന് പറയും. സനത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഏത് പ്രവാചകൻ്റെ ഏത് അനുയായിക്കാണ് ആദ്യം കിട്ടിയത്, അദ്ദേഹത്തിൽ നിന്ന് ആർക്ക് കിട്ടി, അങ്ങനെ 7-ാം നൂറ്റാണ്ട് തൊട്ട് 21-ാം നൂറ്റാണ്ട് വരെ ഇതെങ്ങനെയാണ് എത്തിപ്പെട്ടത്, ആ പരമ്പര വ്യക്തമാക്കണം. മതവിശ്വാസികൾക്ക് അത് നിർബന്ധമാണ്. അവർക്കിത് വിശ്വസിക്കണമെങ്കിൽ അത് വേണം. നിർഭാഗ്യവശാൽ അത് ഹാജരാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് സുന്നികൾ ഇദ്ദേഹത്തെ തള്ളിക്കളയുന്നത്. വേറൊന്ന്, വിശ്വാസിക്ക് തന്നെയുള്ളൊരു പ്രശ്നം, ഇത് പ്രവാചകൻ്റെ മുടിയാണെങ്കിൽ, അത് AP ഉസ്താദ് തന്നെ ഒരിക്കൽ അവകാശപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് പ്രവാചകൻ്റെ മുടിയായതുകൊണ്ട് ഇത് കത്തിച്ചാൽ കത്തൂല. അത് പ്രവാചകൻ പോലും പറഞ്ഞ് ഞാൻ കേട്ടില്ല. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ ന്യായമായും ചോദിക്കും, എന്നാൽ പിന്നെ ഒരു കഷ്ണം കത്തിച്ച് കാണിച്ചു. ഒരുപാടുണ്ട്, ഒരു കെട്ടുമുടിയുണ്ട്. അപ്പോൾ അതിലൊരു തുണ്ടെങ്കിലും എടുത്ത് കത്തിച്ചിട്ട് കാണിച്ചു കൊടുക്കാൻ ഉള്ള ഒരു ധൈര്യവും ഒന്നും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുമില്ല. അതിന് അദ്ദേഹം പറയുന്ന ന്യായം, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന വിശ്വാസികളും പറയുന്ന ഒരു ന്യായം എന്താണ്? പ്രവാചകൻ്റെ മുടിയെ കത്തിക്കുന്നത് അപമാനിക്കലാണ്, അനാദരവാണ്. ആ മുടി അങ്ങനെ അനാദരവ് കാണിക്കാൻ ഞങ്ങളില്ല. അപ്പോൾ കൺഫ്യൂഷനായി. വിശ്വാസിക്ക് അത് കത്തിച്ച് കാണണമെന്നുണ്ടാവില്ല. അവിശ്വാസിക്ക് അല്ലെങ്കിൽ ഇതിനെ ചോദ്യം ചെയ്യുന്നവർക്ക്, ഇദ്ദേഹത്തിന്റെ ആധികാരികതയെ ചോദ്യം ചെയ്യുന്നവർക്ക് അത് ന്യായമാണല്ലോ, ചോദിക്കാൻ അവകാശമുണ്ട്. നിർഭാഗ്യവശാൽ അത് കൊടുക്കാൻ ഇവർക്ക് കഴിയുകയില്ല. കത്തിച്ച് കാണിച്ചു കൊടുക്കുന്ന അവർക്ക് അപമര്യാദയാണ്, വേദന ഉണ്ടാക്കും. അതാണ് സംഘർഷം. വേറെ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, ഇതിനെ ഭൗതികവാദികളുടെ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ ഉയർന്നു. വേറെ ഒരു പ്രശ്നം കൂടി ഇദ്ദേഹം നേരിട്ടത്, ഇദ്ദേഹത്തിൻ്റെ സനത് ചോദിച്ചല്ലോ, നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി, നിങ്ങളുടെ കയ്യിലേക്ക് തരുന്ന ഒരാളുണ്ടാവുമല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആദ്യം ദുബൈയിലെ ഒരു വലിയ പ്രമാണിയായ വലിയൊരു ഷെയ്ഖ് കൊടുത്തു എന്നാണ്. അപ്പോൾ അത് അന്വേഷിച്ചു പോയ ആളുകൾക്ക് അദ്ദേഹത്തെക്കുറിച്ച് വലിയ വിശ്വാസ്യത തോന്നിയില്ല ഇദ്ദേഹം പറഞ്ഞ സ്ഥലത്ത്. പിന്നെ ഒന്ന് പറഞ്ഞത് ഇത് ബോംബെയിൽ ഇതുപോലെ പ്രവാചകൻ്റെ കയ്യിൽ മുടിയുള്ള ഒരാളുണ്ട്, അദ്ദേഹത്തിൻ്റെ ആസ്ഥാനം തേടിപ്പോയപ്പോൾ അദ്ദേഹത്തിനും ഒട്ടും വിശ്വാസ്യത തോന്നിയില്ല. അദ്ദേഹത്തിൻ്റെ ഇടപാടും ഒന്നും ഒരു സത്യസന്ധമായ ധാർമ്മികമായ ജീവിതമല്ല എന്ന് തോന്നിയിട്ട്. ഇതൊക്കെ കാന്തപുരത്തിൻ്റെ എതിരാളികൾ പോയി അന്വേഷിച്ചതാണ് കേട്ടോ. അതാണ് ഒരു തലം.
ഭൗതികവാദിക്ക് ഇതെന്താണ്, ഭൗതികവാദിയുടെ കയ്യിൽ എന്താ, ഇപ്പോൾ പിണറായി വിജയൻ പറഞ്ഞ പോലെ അത് ബോഡി വേസ്റ്റ് ആണ്. ബോഡി വേസ്റ്റ് ആണെങ്കിൽ അവരുടെ മുമ്പിൽ തെളിയിക്കാനുള്ള പുതിയ കാലത്തെ ശാസ്ത്രീയമായ മാനദണ്ഡങ്ങളുണ്ട്. അതെന്താണ്? ഒന്ന് കാർബൺ ഡേറ്റിംഗ് ആണ്. ഇപ്പോൾ കാന്തപുരം ഉസ്താദിൻ്റെ കോളേജിലൊക്കെ പഠിക്കുന്ന കെമിസ്ട്രി പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ലാബിലേക്ക് ഈ മുടിയുടെ ഒരു കഷ്ണം കൊടുത്തയച്ചാൽ അവർക്ക് ശാസ്ത്രീയമായ ജ്ഞാനം ഉണ്ടെങ്കിൽ കാർബൺ ഡേറ്റിംഗ് നടത്തിയിട്ട് ഈ മുടിയുടെ പഴക്കം കണ്ടെത്താൻ പറ്റും. ഏത് നൂറ്റാണ്ടിലെയാണ്? 7-ാം നൂറ്റാണ്ടിലെ മുടിയാണെങ്കിൽ അത്രയെങ്കിലും, ഇത് 7-ാം നൂറ്റാണ്ടിലെ മുടിയാണെന്നെങ്കിലും സമ്മതിച്ചാൽ മതിയല്ലോ. അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾക്കും പ്രവാചകൻ്റെ മുടിയെ സംശയിക്കേ പരീക്ഷിക്കേ എന്ന ചോദ്യം കൊണ്ടാണ് നേരിടുന്നത്. ഇത് സങ്കീർണമായൊരു പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇത്രയേ ഉള്ളൂ. തിരുകേശം എന്ന വിശ്വാസത്തെ ഇപ്പോൾ ഏറ്റവും ഒടുവിലെ വിവാദം കൂടി വന്നിട്ടുണ്ട്. തിരുകേശം വളരുമോ? കാന്തപുരം തന്നെ അവകാശപ്പെടുന്നത് കഴിഞ്ഞ എൻ്റെ കയ്യിൽ വന്നതിന് ശേഷം ഈ മുടി 1/2 ഇഞ്ച് അല്ലെ 1/2 സെൻറ്റിമീറ്റർ വളർന്നിരിക്കുന്നു. സാധാരണ രീതിയിൽ പ്രവാചകന്മാർക്ക് ദിവ്യത്വമൊക്കെ ഉണ്ട്, ഇല്ല എന്നൊക്കെ വെറുതെ പറയുന്നത്. ലോകത്തിലെ എല്ലാ പ്രവാചകന്മാരും പലതരത്തിലുള്ള ദിവ്യത്വം യേശുവിനുണ്ടായിരുന്നു, എല്ലാവർക്കും ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ദിവ്യത്വം ഉണ്ട്. പക്ഷെ പ്രവാചകൻ്റെ ഒരു മരണത്തിന് നൂറ്റാണ്ടുകൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ഭൗതികാവശിഷ്ടം അല്ലെങ്കിൽ ഒരു മുടി വളരുന്നതായിട്ട് പറയുന്നത്, അങ്ങനെ ഒരു ദിവ്യത്വം അദ്ദേഹം തന്നെയോ അദ്ദേഹത്തിൻ്റെ അനുയായികളോ എവിടെയെങ്കിലും പറഞ്ഞതായിട്ട് ആരും കാണുന്നില്ല, ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ അസാധ്യമാണെന്ന് നമുക്ക് പറഞ്ഞുകൂടാ. വെളിപ്പെടാത്ത സത്യങ്ങൾ ഉണ്ടാവാം. ഇനിയിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഈ വിഷയം പ്രശാന്ത് പ്ലാന്തോട്ടുമായിട്ട്, നമ്മുടെ പ്രശാന്ത് സാറുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇതൊന്നും ആയിട്ട് ബന്ധമില്ലാത്ത ആളാണല്ലോ. അദ്ദേഹം അടൂരിലെ ഒരു ഹിന്ദു നായർ കുടുംബത്തിൽ പിറന്നൊരു മനുഷ്യനാണ്, സാധാരണ ഒരു വിശ്വാസിയാണ്. അദ്ദേഹം നേരിട്ട് കണ്ടിട്ടുണ്ട് അത്രേ ഒരു വലിയ സന്യാസിയുടെ, യോഗി മരിച്ചിട്ട് സമാധിയായി അദ്ദേഹത്തിൻ്റെ മുടി ആരൊക്കെ എടുത്ത് സൂക്ഷിച്ചു, ജഡ എടുത്ത് സൂക്ഷിച്ചു. അത് വളരുന്നത് അദ്ദേഹം കണ്ടെത്തുന്നത്. അദ്ദേഹത്തിന് ഇപ്പോൾ ഈ ഇടപാടുകളിൽ നമ്മളോടൊന്നും ആരോടും കള്ളം പറയേണ്ട ഒരു കാര്യമില്ലല്ലോ. ഞാൻ സാക്ഷിയാണ്, ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ദിവ്യന്മാരുടെ അല്ലെങ്കിൽ ദിവ്യത്വമുള്ള മനുഷ്യരുടെ ആത്മീയമായ ശക്തി കൊണ്ട് അവരുടെ കാലശേഷവും അവരുടെ ഭൗതികാവശിഷ്ടങ്ങൾ വളരുന്നുവോ എന്ന് സംശയിക്കാനുള്ള സാക്ഷിമൊഴികൾ പലയിടത്തും നമുക്ക് കണ്ടിട്ടുണ്ട്. ഇതൊന്നും ശാസ്ത്രീയമാണോ എന്ന് ചോദിച്ചാൽ, നമ്മുടെ യുക്തിവാദികൾ തെളിവ് ചോദിച്ചാലൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അനുഭവത്തെക്കാൾ വലിയ അതിനെനിക്ക് തോന്നുന്നത്, ഞാൻ എന്നോട് തന്നെ പറയുന്ന മറുപടി എൻ്റെ ഗുരുനാഥൻ പ്രൊഫസർ MN വിജയൻ മാഷ് പറഞ്ഞൊരു മറുപടിയാണ്. മാഷ് ഈ എയ്ഡ്സിനെതിരായിട്ട് ഒരു മജീദ് വൈദ്യർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരും തോന്നുന്നു, അദ്ദേഹം ഈ പച്ചമരുന്നുണ്ടാക്കിയിട്ട് വിൽക്കാനും ആളുകൾ അദ്ദേഹത്തെ തേടി വരാനും തുടങ്ങിയപ്പോൾ വലിയ തോതിൽ അദ്ദേഹത്തിനെതിരെ അറ്റാക്ക് നടന്നു. എയ്ഡ്സിനെതിരെ എങ്ങനെയാണ് പച്ചമരുന്ന് എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പോൾ വലിയ വിവാദത്തിൽ ഈ മനുഷ്യൻ സാധു വല്ലാതെ ബുദ്ധിമുട്ടിയപ്പോൾ അദ്ദേഹത്തെ എങ്ങനെ ഉപദ്രവിച്ചപ്പോൾ ആളുകൾ ഗുണമുണ്ട്, ആളുകൾക്ക് പ്രയോജനമുണ്ട്, ആളുകൾ വാങ്ങിക്കൊണ്ടു കഴിക്കുന്നു. അന്ന് വിജയമാഷി ചോദിച്ചൊരു അനുഭവമുണ്ട്. ഇത് ശാസ്ത്രമല്ല എന്ന് വലിയ ശാസ്ത്രവാദികൾ ഒക്കെ വാദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ വലിയ മുദ്രാവാക്യം വിളിച്ചവനെ അടുത്ത് വിളിച്ചിട്ട് അദ്ദേഹം ചോദിച്ചു, മോനെ, അനുഭവം ശാസ്ത്രമല്ല എന്ന് തന്നോട് ആരാണ് പറഞ്ഞത്? ഞാൻ അനുഭവത്തിൽ വിശ്വസിക്കുന്നു, അതുകൊണ്ട് അതിനെ ശാസ്ത്രീയമായി തെളിയിക്കാനൊന്നും ഞാൻ ആളല്ല. അതുകൊണ്ട് തിരുകേശത്തെക്കുറിച്ചുള്ള നാനാവിധമായ നിലപാടുകളെ നമ്മൾ വസ്തുനിഷ്ഠമായി പരിശോധിക്കുന്നു, പ്രേക്ഷകരോട് പറയുന്നു. ബാക്കിയൊക്കെ പ്രേക്ഷകർ അവരുടെ അനുഭവം, അവരുടെ ബോധ്യം, അവരുടെ വിശ്വാസം അതനുസരിച്ച് തീരുമാനമെടുത്തുകൊള്ളട്ടെ. നമ്മൾ ആരെയും വിധിക്കാനും വിചാരണ ചെയ്യാനും ആളല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.